സുബർ സാറാണ്. നമ്മളിന്ന് 10ാം ക്ലാസ് കൂട്ടുകാർക്ക് വേണ്ടിയുള്ള അടിപൊളി ക്വസ്റ്റനാണ് ഫ്രം അരിത്തമെറ്റിക് സീക്വൻസ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ എക്സാമിന് വേണ്ടി പഠിച്ചോണം. ഇത് പക്ഷേ നേരിട്ടിപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണണമെന്നില്ല. ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത കുറേ ക്വസ്റ്റ്യൻസുകൾ എക്സാമിന് വരും. അപ്പോൾ നിങ്ങളായിരിക്കും ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത എന്തിനാണ് വരുന്നത്, പക്ഷേ അതുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിനുള്ളിൽ കാണും. പക്ഷേ നമ്മളത് ആരും ശ്രദ്ധിക്കത്തില്ല. ഒരു ചെറിയ റിസൾട്ട് ആയിരിക്കും, അതിനെ വെച്ചുകൊണ്ട് അവർ വലിയൊരു ക്വസ്റ്റൻ അങ്ങ് ഉണ്ടാക്കും. അപ്പോൾ ഇത് നല്ലതുപോലെ ക്ലാസ്സിൽ കേട്ട് ചെയ്തവർക്ക് മാത്രമേ ചെയ്യത്തുള്ളൂ. എക്സാമിന് വരുമ്പോൾ മറ്റുള്ളവരെല്ലാം വായിച്ചങ്ങ് പോവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരെണ്ണമാണ് നിങ്ങളിപ്പോൾ തന്നെ കാണാൻ പോകുന്നത്, ചെയ്യാൻ പോകുന്നത്. അടിപൊളിയായിട്ട് പഠിച്ചോണം. മാക്സിമം നമ്മുടെ ചാനൽ ഫോളോ ചെയ്തോണം. പിന്നെ നമുക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. ഒത്തിരി കുട്ടികൾ പഠിക്കുന്നതാണ്. എല്ലാ വർഷവും നമ്മൾ നല്ലപോലെ ക്ലാസ് എല്ലാം കൊടുത്ത്, നോട്ട്സ് കൊടുത്ത്, ഇക്വേഷൻ ബുക്കിലേറ്റ് കൊടുത്ത്, ക്വസ്റ്റ്യൻ പാക്കേജ് കൊടുത്ത്, നിങ്ങൾക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് എല്ലാം തന്ന് ഫുൾ മാർക്കിൽ എത്തിക്കുന്ന രീതിക്കുള്ള ക്ലാസ്. ഓക്കെ, അപ്പോൾ അതിന് ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 9846708543 കോൾ ചെയ്തോ, വാട്സപ്പിൽ മെസ്സേജോ ജോയിൻ ചെയ്യാം. 1 ഇയറിന് ഇത്രയും മാത്രം, വേറെ ഒന്നുമേ ഇല്ല. എല്ലാ കാര്യം ഇതിനുള്ളിൽ. ഓക്കെ, മാത്സിനെ പഠിച്ചു കഴിഞ്ഞാൽ അറിയാമല്ലോ, എല്ലാം ഓക്കെ ആവും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സം ഓഫ് 15 ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 495 ആൻഡ് 25 ടേംസ് ഈസ് 1325. 15 ടേംസിൻ്റെ സമ്മ 495, 25 ടേംസിൻ്റെ സമ്മ 1325 ആയാൽ 8ാമത്തെ ടൈം, 13ാമത്തെ ടൈം, ഫസ്റ്റ് ടൈം, കോമൺ ഡിഫറൻസ് എല്ലാം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ സം ഓഫ് 15 ടൈംസ് ഉണ്ടോ, 15, 25, ഇതെല്ലാം ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 15 ഇതൊരു ഓഡ് നമ്പറാണ്, ഒറ്റ സംഖ്യ. 25 ഒരു ഓഡ് നമ്പറാണ്, ഉണ്ടോ, ഒറ്റ സംഖ്യ. ഇങ്ങനെ തരുന്നത് ഓർത്തോണം. അതിനുള്ളിൽ ഒരു ക്ലൂ ഒളിച്ചിരിപ്പുണ്ട്, അവനെ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരണം. ഓക്കെ, ഇപ്പോൾ നോക്കിക്കോണേ, നമുക്ക് 15 ടൈംസ് എന്ന് പറയുമ്പോൾ നോക്കി, ഞാൻ ചുമ്മാ ഒന്ന് എഴുതുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 അല്ലേ? ഈ 15 ടൈംസിൻ്റെ ആദ്യത്തെ 15 ടൈംസുകളാണ് പൊസിഷൻ എഴുതിയത് കേട്ടോ. ഇതിൻ്റെ 15 ടൈംസ് ആണെങ്കിൽ നടുക്ക് വരുന്നത് എത്രാമത്തെ ടൈമാണെന്ന് നോക്കണം. 8ാമത്തെ ടൈമാണ്. കണ്ടോ, ഇങ്ങോട്ടൊരു 7 പേര്, ഇങ്ങോട്ടൊരു 7 പേര്. കണ്ടോ, 7 7 7 14 1 15 കണ്ടോ. അപ്പോൾ ഈ 8ാമത്തെ ടൈം എന്ന് പറഞ്ഞാൽ അതെന്താമത്തെ ടൈമാവനെ? മിഡിൽ ടൈമാണ് അല്ലേ, നടുക്കലത്തെ ടൈമാണ്. അങ്ങനെയാണെങ്കിൽ 8ാമത്തെ ടൈം കിട്ടും. 15 ടൈംസിൻ്റെ സമ്മിനെ തന്നാൽ അതിൻ്റെ നടുക്കലത്തെ ടൈമായ 8ാമത്തെ കിട്ടും. ഈ 15 ടൈംസിൻ്റെ മിഡിൽ ടൈം എങ്ങനെ കിട്ടുന്നത്? 15 + 1/2 ഇങ്ങനെ. 15 ടൈംസിന് സമ്മാണെങ്കിൽ മിഡിൽ ടൈം എത്രാമത്തെയാണെന്നറിയാൻ 15 + 1/2 16/2 8. ഓക്കെ, അപ്പോൾ 8ാമത്തെ ടൈമിനെ നമുക്ക് കിട്ടും. 8ാമത്തെ ടൈമിനെ കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടത് ഈ 15 ടൈംസിന് സമ്മായ 495നെ ആരും കൊണ്ട് ഡിവൈഡ് ചെയ്യണം മോനെ? 15 കൊണ്ട്. ഓക്കെ, നോക്കാം. 495നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? എല്ലാവർക്കും അറിയാം, ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. 15 × 3 എത്രയാണ് മോനെ? 45. 9 ൽ 5 പോയ 4, ഇത് 0. പിന്നെ 45. 15 × 3 എത്രയാണ് മോനെ? 45. ഓക്കെ, അപ്പോൾ നമുക്ക് 33 നമ്മുടെ 8th ടൈം. ക്ലിയർ ആയല്ലോ? ഒന്നുകൂടെ നോക്കിക്കോ. 15 × 3 45, 49, ബാക്കി നമുക്കൊരു 4 ഉണ്ട്. 5നെ താത്തിറക്കിയപ്പോൾ 45, പിന്നെയും 15 × 3 45. ഓക്കെ, അപ്പോൾ 8ാമത്തെ ടൈമിനെ കിട്ടി. അടുത്ത കണ്ടവന് 25 ആണേ. അങ്ങനെയാണെങ്കിൽ 25 ടൈംസ്, ഇതൊരു ഓഡ് നമ്പറാണ് കണ്ടോ. ഓഡ് നമ്പർ ഓഫ് ടൈംസിൻ്റെ സമ്മിനെ തന്നാൽ എപ്പോഴും ഓർത്തോണ്ട് നടുക്കലത്തെ ടൈമിനെ ഇങ്ങോട്ട് ഓടി എടുത്തുകൊണ്ട് വരാം. എങ്ങനെയാണ് നടുക്കലത്തെ ടൈം? എത്രാമത്തെ ടൈമാണ്? 25 ടൈംസ് ആണെങ്കിൽ നടുക്കലത്തെ ടൈം എന്ന് പറഞ്ഞാൽ 25നോട് 1 കൂട്ടുമ്പോൾ 26, അതിൻ്റെ പകുതി 13. 13ാമത്തെ ടൈമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. 13th ടൈം. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ 7 ടൈംസിൻ്റെ സമ്മാണെങ്കിൽ തരുന്നതെങ്കിലോ മിഡിൽ ടൈം എത്രാമത്തെ ആയിരിക്കും? 4. കാരണം 7നോട് 1 കൂട്ടുമ്പോൾ 8/2 4. ഓക്കെ, 11 ടൈംസിന് സമ്മാണെങ്കിൽ 11നോട് 1 കൂട്ടുമ്പോൾ 12, പകുതി എടുക്കുമ്പോൾ 6, 6ാമത്തെ ടൈം. ക്ലിയർ ആയല്ലോ? എപ്പോഴും ഓർക്കണം, സമ്മിനെ തരുമ്പോൾ ഒരു ടൈമിനെ കിട്ടും. സമ്മ എന്തായിരിക്കണം? ഓഡ് നമ്പർ ഓഫ് ടൈംസിനെയാണെങ്കിൽ എളുപ്പം, ഈവൻ ആണെങ്കിൽ എത്ര എളുപ്പമല്ല. ഓക്കെ, അപ്പോൾ 13th ടൈം വേണമെന്നുണ്ടെങ്കിൽ 1325നെ 25 കൊണ്ട് ഹരിക്കണം. ഓക്കെ, 25 കൊണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഹരിക്കാം. 1325/25. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം 13നൊന്നും പറ്റില്ല. എത്ര? 132. 132 നിങ്ങൾക്ക് 5 തവണ പറ്റും. 25 × 5 125 കേട്ടോ. 125
കുറയ്ക്കുമ്പോൾ 7 ഉണ്ടല്ലോ, 2 നിന്ന് പോകത്തില്ല, 12 നിന്ന് 5 പോയാൽ 7, അത്രേ ഉള്ളൂ. 5 ഇവിടെ താത്രയ്ക്കും 75, 25 × 3 75. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി എത്ര മോനെ? 53 മതിയല്ലോ. 2 ടേംസുകളെ കിട്ടിയില്ലയോ? ഒരു അരിത്തമെറ്റിക് സീക്വൻസ് 2 ടേംസുകളെ കിട്ടിയാൽ നമ്മൾ രാജാവാൻ. ഇനി എളുപ്പം അങ്ങോട്ട് മുന്നോട്ട് പോകാൻ. ഓക്കെ, അങ്ങനെ നമുക്ക് ഉടനെ കിട്ടുന്നത് കോമൺ ഡിഫറൻസ് ആയ D ആണ്. എങ്ങനെയായിരുന്നു? ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്, ദാറ്റ് ഈസ് എ ഫോർമുല. ഓക്കെ, ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 53 മൈനസ് 33 ഉണ്ടല്ലോ, ഇത് തമ്മിൽ മൈനസ് ചെയ്യണം. ഓക്കെ, ബൈ ഇത് തമ്മിൽ മൈനസ് ചെയ്യണം. 13 മൈനസ് 8. ആൻസർ 53 മൈനസ് 33 20 ആണല്ലോ. ഇവിടെ 13 മൈനസ് 8 5 സമം 4. തീർന്നു. ഡി കിട്ടി മോനെ, കോമൺ ഡിഫറൻസ് കിട്ടി. ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാനുള്ള വഴി, നമുക്കൊരു ടൈം കിട്ടിയല്ലോ, 8ാമത്തെ ടൈം. 8ാമത്തെ ടൈമിന് ഒരു ഫോർമുലയുണ്ട്. എന്തായിരുന്നു? എഫ് പ്ലസ് 7D. എന്താണ്? എഫ് പ്ലസ് 7D സമം 33. അവിടെ നമുക്ക് D 4 ആകുമ്പോൾ എഫ് പ്ലസ് 7 ഇൻറ്റു D, D 4 ആണ്. അപ്പോൾ 7 × 4 എത്ര മോനെ? 28 സമം 33. എഫ് സമം 33 മൈനസ് 28 സമം 5. തീർന്നു. ഓ, നല്ല രസകരമായിട്ടുള്ള ക്വസ്റ്റ്യൻ. മനസ്സിലായെങ്കിൽ ഒട്ടും മടിക്കേണ്ട, ഒരു ലൈക്ക് തന്നേരെ, മാക്സിമം ഒന്ന് ഷെയർ ചെയ്തേരെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ. ഇങ്ങനെയൊക്കെയുള്ളൊരു ക്വസ്റ്റ്യൻസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം ഇങ്ങോട്ട് എത്തട്ടെ. നമ്മുടെ ഒത്തിരി പേരുടെ ക്ലാസ്സുകൾ നിങ്ങൾ കാണുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഒരാളൊന്ന് ഷെയർ ചെയ്തേക്കണം. ഓരോരുത്തരും ഒരാൾക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്തേക്കണം. നമ്മുടെ അനുഗ്രഹം കൂടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.